കള്ളനെ തന്നെ താക്കോൽ ഏൽപ്പിക്കുകയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ചെയ്തിരിക്കുന്നത്. കാരണം ഭീകരവാദം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ആദ്യമായി മനസ്സിൽ ഓടിയെത്തുന്ന രാജ്യം പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെയാണോ ഇങ്ങനെ ഭീകരവാദം വളർത്തുന്ന രാജ്യത്തിന് തന്നെ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ താക്കോൽ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്? ശരിയാണ്, കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്നത് പോലെ ഈ ഭീകരവാദത്തിനെതിരായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന വിവിധ സമിതികളുടെ സഹാധ്യക്ഷ സ്ഥാനമാണ് UN ഇപ്പോൾ പാകിസ്ഥാന് ചാർത്തിക്കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ UN കാര്യം തന്നെ എടുക്കാം. ഈ UN എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇപ്പോൾ പഴയ ഒരു കരുത്തുണ്ടോ? G20, അതുപോലെ ബ്രിക്സ് തുടങ്ങിയ പുതിയ പുതിയ നാറ്റോ, ഇങ്ങനെയൊക്കെയുള്ള വിവിധ രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള സഖ്യങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. നിരവധി കാലങ്ങളായിട്ട് പലതും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഈ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞാണല്ലോ UN പിറവി. ആ സമയത്താണല്ലോ ഉണ്ടാകുന്നത്. അന്ന് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഈ സഭയുടെ രൂപീകരണം ഒരു യുദ്ധമില്ലാതാക്കാൻ, രാജ്യങ്ങൾ തമ്മിൽ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഒരു സംഘർഷത്തിലേക്ക് പോകാതെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മാർഗത്തിൽ വർത്തിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഐക്യരാഷ്ട്രസഭ. പക്ഷേ ഈ ഐക്യരാഷ്ട്രസഭയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ചരിത്രത്തിലൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു. പണ്ട് കുവൈറ്റ് കീഴടക്കി അവിടെ കൊള്ളയടിച്ചു. കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇറാഖ് അവിടെ നിന്ന് പിന്മാറി. എന്ത് ചെയ്തു ഐക്യരാഷ്ട്രസഭ? ഈ ഇറാഖിനെ ഉപരോധിച്ചു. കുറേ അമേരിക്ക അവിടെ ആക്രമണം നടത്തി. അങ്ങനെയൊക്കെ ചെയ്തതല്ലാതെ ഈ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഈ കുവൈറ്റിനെ ഇറാഖ് ആക്രമിക്കുന്നത് തടയാനോ ആക്രമിച്ച് അവരെ പിന്തിരിപ്പിക്കാനോ സാധിച്ചു? അന്ന് തുടങ്ങി അവിടം തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെട്ടു. അതിനെതിരായിട്ട് അമേരിക്ക അഫ്ഗാനെ ഉപരോധിച്ചു. ഈ ഒസാമ ബിൻ ലാദനെ കണ്ടുപിടിച്ച് വധിച്ചു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നു. അതുപോലെ ഇറാഖിൽ സദാം ഹുസൈനെ ഉപരോധം ഏർപ്പെടുത്തി. സദാം ഹുസൈനെ പിടികൂടി വധിച്ചു. ഈ ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം എന്തെങ്കിലും ചെയ്യാൻ UN സാധിക്കുന്നുണ്ടോ? ഇസ്രായേലിനെ അല്ല, അത് തുടക്കം മുതൽ തന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. UN അമേരിക്കയുടെ കളിപ്പാവ എന്ന രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ഇത് ആരെ കളിപ്പാവ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ കോവിഡ് സമയത്തെല്ലാം ചില അനുകൂല സാഹചര്യങ്ങളിൽ ചൈനയോടൊപ്പം നിൽക്കുന്നതാണ്, ചില സമയങ്ങളിൽ അമേരിക്കയോടൊപ്പം നിൽക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് ഇതാരാണ് നിയന്ത്രിക്കുന്നത്? സത്യത്തിൽ UN അമേരിക്കയ്ക്കൊപ്പമോ ചൈനയ്ക്കൊപ്പമോ എന്നുള്ളതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെയും ഈ ചൈനീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും ഒക്കെ കയ്യിലെ കളിപ്പാവയാണ് ഈ UN. അല്ലാതെ അവർ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കില്ല. നോക്കൂ, ബുദ്ധിയുള്ള ആർക്കെങ്കിലും ഈ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ പാകിസ്ഥാനെ ഒപ്പം കൂട്ടാൻ തോന്നുമോ? ആരെങ്കിലും അതിന് തയ്യാറാകും? നമ്മൾ വ്യക്തിനിഷ്ഠമായിട്ട് ഇപ്പോൾ ചൈനയെ വിളിച്ച് ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ നിങ്ങൾ പാകിസ്ഥാനെ ഒപ്പം കൂട്ടണം എന്ന് പറഞ്ഞാൽ ചൈന കൂട്ടുമോ? പാകിസ്ഥാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ചൈനയാണ്. അല്ലെ, ഈ അമേരിക്ക തന്നെ അതെന്താണ് തിരിച്ചറിയാത്തത്? കാരണം മറ്റൊരു വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ച ആ ലോക ഭീകരവാദികളെ പിടികൂടിയിരിക്കുന്നത് ഒരു അഫ്ഗാനിസ്ഥാനിൽ നിന്നോ അതോ മറ്റ് നൈജീരിയയിൽ നിന്നോ സിറിയയിൽ നിന്നോ ഇറാഖിൽ നിന്നോ ഒന്നുമല്ല, അത് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നാണ്. അതുപോലെ അമേരിക്ക പോലും അത് തിരിച്ചറിയുന്നില്ലല്ലോ. അമേരിക്ക തിരിച്ചറിയാത്തതല്ല, ഇതെല്ലാം ഈ അമേരിക്ക ഉൾപ്പെടുന്ന ചില രാജ്യങ്ങളുടെ സൃഷ്ടിയാണ്. ഇതൊക്കെ അവർക്ക് ഇത് ആവശ്യമുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കണം, സംഘർഷമുണ്ടാകണം, യുദ്ധമുണ്ടാകണം, എങ്കിലേ അവരുടെ ആയുധ കച്ചവടം നടക്കുകയുള്ളൂ. അതിനു വേണ്ടുന്ന പല തന്ത്രങ്ങളും അവർ പയറ്റും. പല രാജ്യങ്ങളെയും തമ്മിലടിപ്പിക്കും. പലരെയും വലിയ ശത്രുക്കളായിട്ട് നിൽക്കുന്ന പലരെയും രമ്യതയിലെത്തിക്കും. ഇതൊക്കെ അമേരിക്ക ചെയ്യും. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ പണിയാണിതൊക്കെ. അത്തരം ഡീപ് സ്റ്റേറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു കളിപ്പാവയായി UN മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്കിപ്പോൾ അറിയാം, ഈ ഇസ്രയേലിനെതിരെ ഒരു പ്രമേയം സുരക്ഷാ കൗൺസിലിൽ കൊണ്ടുവന്നു. അമേരിക്ക അത് വീറ്റോ ചെയ്തു, അതിനെതിരായിട്ട് വോട്ട് ചെയ്തു. ഈ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന തുടങ്ങിയ അതിൽ അംഗങ്ങളുണ്ട്. അതിനകത്ത് വാസ്തവത്തിൽ എത്രയോ കാലം മുമ്പേ ഇന്ത്യക്ക് അംഗത്വം ലഭിക്കേണ്ടതാണ്.
പക്ഷേ ഇന്ത്യ അവർ ഉൾപ്പെടുത്തുന്നില്ല. അതിന് പല പല തടസ്സങ്ങളും പല ന്യായങ്ങളും ഒക്കെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. UN അക്ഷരാർത്ഥത്തിൽ ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെയും ചൈനയുടെയും ഒക്കെ കയ്യിലെ ഒരു കളിപ്പാവയാണ്. അവിടെ അവർക്ക് അത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് കീ കൊടുക്കുന്നതിനനുസരിച്ച് ആ കളിപ്പാവ കളിക്കും. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ, ലോകത്തെല്ലായിടത്തും നോക്കൂ, നമ്മുടെ ഏറ്റവും വലിയ നയതന്ത്ര വിജയമാണ് ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം പിന്തുണ നമ്മൾ ആർജിച്ചിരിക്കുന്നത്. ഈ പിന്തുണ ഇന്ത്യക്ക് ഇങ്ങനെ കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ ഭയവും ആശങ്കയും ഉള്ളത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും, പാകിസ്ഥാനല്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് നമ്മളോട് മുട്ടി നിൽക്കാനുള്ള യാതൊരു കരുത്തും അവർക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷേ അമേരിക്കയും ചൈനയും ഒന്നും അങ്ങനെയല്ല. ഭാരതം വളരുന്നതും വലിയൊരു സാമ്പത്തിക ശക്തി ആകുന്നതും ഈ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒന്നും താല്പര്യമുള്ള കാര്യമല്ല. അവരെ സംബന്ധിച്ച് ഒരു മൂന്നാം ലോക രാഷ്ട്രമായിട്ട്, ഒരു വികസ്വര രാഷ്ട്രമായിട്ട് എന്നും ഇങ്ങനെ കിടക്കണം, എന്നും ഇങ്ങനെ ഭാരതം തുടരണം. അതിനപ്പുറത്തേക്ക് ഈ ഭാരതത്തിനൊരു വളർച്ച ഉണ്ടാകുന്നത് അമേരിക്കയോ ചൈനയോ സഹിക്കില്ല. അവരുടെ ഒരു നല്ല വിപണിയായിരിക്കണം ഭാരതം. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഭാരതത്തിന് ഒരു ഉയർച്ച ഉണ്ടാകുന്നത് ഈ രണ്ടു കൂട്ടർക്കും താല്പര്യമുള്ള വിഷയമല്ല. അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് നമ്മളോട് ഏറ്റുമുട്ടാതെ വളഞ്ഞ വഴിയിലൂടെ നമുക്ക് നിരന്തരം തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വളരെ കാലമായി. ഈ ഭീകര വിരുദ്ധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം, ഉപാധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെയുള്ളവ ഈ പാകിസ്ഥാന് നൽകുന്നതിലൂടെ ഇപ്പോൾ ഇന്ത്യയെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ബാധിക്കാൻ പോകുന്ന ലോകരാജ്യങ്ങളല്ല. അപ്പോൾ ഈ ലോകരാജ്യങ്ങൾക്കും ഇതിലൊരു തീർച്ചയായും അഭിപ്രായമില്ലേ? ലോകരാജ്യങ്ങളുടെ അഭിപ്രായം UN പറഞ്ഞിട്ട് വിലയില്ല. ഞാൻ പറഞ്ഞല്ലോ, UN ഒരു കടലാസ് പുലിയുടെ ബലം പോലും ഇപ്പോഴില്ല. അത് അമേരിക്കയും ചൈനയും ഒക്കെ ചേർന്ന് നിയന്ത്രിക്കുന്ന ഒരു പാവയായി UN മാറിയിരിക്കുകയാണ്. നോക്കൂ, താലിബാനെതിരായ നീക്കങ്ങൾക്ക് പാകിസ്ഥാനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ പാകിസ്ഥാൻ പട്ടാളക്കാർ താലിബാൻ്റെ വെടികൊണ്ട് ഈയാമ്പാറ്റകളെ പോലെ മരിച്ചു വീഴുന്ന കാഴ്ച ലോകം കണ്ടതാണ്. എന്നിട്ട് ആ പാകിസ്ഥാനെയാണ് ഇവർക്കെതിരായിട്ടുള്ള, താലിബാനെ മെരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമിതിയുടെ ഒരു വിഭാഗത്തിൻ്റെ തലവനായിട്ട് വെച്ചിരിക്കുന്നത്. അത് വിജയിക്കില്ല എന്ന് UN തന്നെ അറിയാം. താലിബാനാണെങ്കിലോ മറ്റ് ലോകരാഷ്ട്രങ്ങളുമായിട്ടെല്ലാം സഹകരണം ആരംഭിച്ചു. ഇപ്പോൾ ഇന്ത്യയായിട്ട് സഹകരണം ആരംഭിച്ചു. എംബസി തുറക്കാൻ അനുവാദം ചോദിക്കുന്നു. ഇന്ത്യക്ക് അവിടെ വലിയ സ്വാതന്ത്ര്യം കൊടുക്കാൻ അവർ തയ്യാറാകുന്നു. റഷ്യയുമായിട്ട് സഹകരിക്കാൻ അവർ തയ്യാറാകുന്നു. ചിരവൈരികളാണ് ഈ താലിബാനും റഷ്യയും. പക്ഷേ ഈ പഴയ ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി അവർ പുതിയ സാഹചര്യങ്ങളുമായിട്ട് ഇഴുകിച്ചേരാൻ തയ്യാറാകും. ഈ സമയത്ത് ഈ താലിബാനെതിരായ പോരാട്ടത്തിന് പാകിസ്ഥാനെ അധ്യക്ഷ സ്ഥാനത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും? ഈ UN ശരിക്കും നാണം കെടാൻ പോവുകയാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പറയുന്നത് പോലെ യാതൊരു കരുത്തുമില്ലാത്ത ആരുടെയൊക്കെയോ പാവയായി വർത്തിക്കുന്ന ഒരു ഏജൻസി, ഒരു ലോകരാഷ്ട്രങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്ക് പഴയ കരുത്തൊന്നുമില്ല. അത് രണ്ടാം ലോക മഹായുദ്ധ അവസാനിച്ചപ്പോൾ ആരംഭിച്ച ആ ഒരു പ്രക്രിയ, ലോകത്ത് ഇനിയൊരു യുദ്ധമുണ്ടാകരുത് എന്ന ഒരു നിലപാടിൽ ആരംഭിച്ച ആ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയ്ക്ക് ലോകത്തുണ്ടായ ഏകപക്ഷീയമായ പല ആക്രമണങ്ങളും തടുക്കാൻ പോലും കഴിഞ്ഞില്ല. അത് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല. അങ്ങനെയൊക്കെയുള്ള കരുത്തില്ലാത്ത, വെറും ഒരു കടലാസ് പുലിയുടെ ബലം പോലും ഇല്ലാത്ത ഒരു സംഘടനയായി UN ജനറൽ അസംബ്ലി മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള UN ആണ്. അവർ അപ്പോൾ എന്ത് ചെയ്യും? അവർക്ക് ആരാണോ ഫണ്ട് കൊടുക്കുന്നത്, അവരെ ആരാണോ നിലനിർത്തുന്നത്, ആ നിലനിർത്തുന്ന ആൾക്കാർ പറയുന്നതിനനുസരിച്ച് അവർ പ്രവർത്തിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് ഉയർന്നു വന്നതാണ് ഈ ഭീകരവാദത്തിനെതിരെ നിരന്തരം ഫണ്ട് മുടക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവർക്ക് IMF ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഏറ്റവും അവസാനം നാം ഇന്നലെ സംസാരിക്കുമ്പോൾ പോലും $80 കോടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിരന്തരം പൈസയും അനുവദിക്കുകയാണ്. അതെ, പണവും അനുവദിക്കുകയാണ്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ താല്പര്യങ്ങളാണ്. കാരണം അവരുണ്ടാക്കി വച്ചിരിക്കുന്ന ആയുധങ്ങൾ വിറ്റഴിക്കണം. ഇത് ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരല്ലോ. ഇപ്പോൾ നമ്മൾ ബ്രഹ്മോസ് മിസൈൽ ഉണ്ടാക്കി. ഈ ബ്രഹ്മോസ് മിസൈൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ, നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടി നമ്മൾ 4 ചുറ്റിനും ബ്രഹ്മോസ് മിസൈലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. നിശ്ചിത എണ്ണം ബ്രഹ്മോസ് മിസൈലുകൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ബാക്കി പിന്നെ അത്
നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയോ? നമുക്കത് വിൽക്കുകയും കൂടി വേണം. അത് വിറ്റാൽ മാത്രമേ നമുക്ക് വരുമാനം. ഇതൊരു വലിയ പ്രതിരോധ ചെലവെന്ന് പറഞ്ഞാൽ വളരെ ഭീമമായ തുകയാണ് വരുന്നത്. അപ്പോൾ വലിയ ചെലവാണ്. ഇത് വിറ്റ് ഇത് കയറ്റുമതി ചെയ്യുന്നതിലൂടെ കിട്ടുന്ന പണം വളരെ വലുതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഫിലിപ്പൈൻസിൽ നിന്ന് നമ്മൾ ബ്രഹ്മോസിൻ്റെ ഓർഡർ കിട്ടി, നമ്മൾ സാധനം കൊടുത്തു, പണം വാങ്ങി. അതിലൂടെയൊക്കെ ഇപ്പോൾ തന്നെ നമ്മൾ പ്രതിരോധ രംഗത്ത് യുദ്ധോപകരണങ്ങളുടെ കയറ്റുമതിയിലൂടെ ആയിരക്കണക്കിന് കോടി ഡോളറിൻ്റെ നേട്ടമാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇവിടെയെല്ലാം ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാന് ഈ IMF വായ്പ കൊടുക്കുന്നതൊക്കെ ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ അവരുടെ ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലാതെ പാകിസ്ഥാനെ പുനർനിർമ്മിക്കാനോ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാനോ അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്താനോ ഒന്നുമല്ല. ഈ പണം കൊടുത്ത് അവരെ കൊണ്ട് ഇവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ വാങ്ങിപ്പിക്കുകയും ഈ പണം പലിശ സഹിതം തിരിച്ചു പിടിക്കാൻ അവിടുത്തെ വിഭവങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്യും. ഇത് ചരിത്രാതീത കാലം മുതലേ ഇങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ ചെയ്തു വരുന്ന കാര്യമാണ്. നമുക്കറിയാലോ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് എങ്ങനെയാണ് ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വേരുറപ്പിച്ചതെന്നറിയാലോ. ഇവിടെ വന്ന് രാജാക്കന്മാരെ സഹായിച്ചു. 2 രാജാക്കന്മാർ തമ്മിൽ യുദ്ധമാണ്. അതിലൊരു രാജാവിൻ്റെ കൂടെ ചേർന്ന് അവർക്ക് ആളും അർത്ഥവും കൊടുത്ത് സഹായിച്ച് മറ്റേ രാജാവിനെ ഇല്ലായ്മ ചെയ്യുന്നു. എന്നിട്ട് ആ രാജ്യം കൂടെ പിടിച്ചെടുത്ത് ഈ രാജാവിൻ്റെ കീഴിലാക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളിതാ ഇത്ര നിങ്ങൾക്ക് വേണ്ടി ഇത്ര ചിലവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കത് തിരിച്ചു വേണം. ആദ്യമേ കരാറൊക്കെ ഒപ്പിട്ടിട്ടാണ് ചെയ്യുന്നത്. അത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ഈ രാജാവിനെ ബുദ്ധിമുട്ടിക്കും, രാജ്യത്തെ ബുദ്ധിമുട്ടിക്കും, ഉടനെ നികുതി ചുമത്തും. അങ്ങനെയായി വലിയ വിഷയങ്ങളൊക്കെ അവസാനം വഴക്കായി പട്ടാളത്തെ ഇറക്കും, രാജാവിനെയും രാജ്യത്തെയും പിടിച്ചെടുക്കും. അതേ നയം തന്നെയാണ് ഇപ്പോഴും ഈ അമേരിക്കയും മറ്റുമൊക്കെ ഈ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളോടും ചെയ്യുന്നത്. ഒരു വ്യത്യാസവുമില്ല അതിൽ. അതുകൊണ്ട് UN ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഈ UN ഇത്തരം സമിതികൾ ഉണ്ടാക്കി അതിൻ്റെ തലപ്പത്തേക്ക് പാകിസ്ഥാനെ കൊണ്ടുവന്നാലും ഇന്ത്യക്ക് അതുകൊണ്ടൊരു ചുക്കും സംഭവിക്കാനില്ല. ഭാരതമായിട്ട് തന്നെ നിൽക്കും. ഭാരതത്തിന് ലോകരാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. UN പിന്തുണ ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം ഇന്ന് ഭാരതത്തിനുണ്ട്. ഭാരതം അത്രത്തോളം സ്വയം പര്യാപ്തത നേടിക്കൊണ്ടിരിക്കുകയാണ്.